നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടം ഉള്ളൂർ കോണത്ത് മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഉള്ളൂർ കോണം വലിയ വിളപുത്തൻ വീട്ടിൽ ഉല്ലാസിനെ ആണ് വീട്ടിനുള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടിലെ ഹാളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. പോത്തൻകോട് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടെ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോട് ഉല്ലാസ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായി പറഞ്ഞത്. തുടർന്ന് അമ്മ ഉഷ വീട്ടിലെത്തി നോക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ മകൻ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബസ് യാത്രയ്ക്കിടെ സഹയാത്രികയുടെ മാല മോഷ്ടിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്നൈ കോയമ്പേട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുപ്പത്തൂർ ജില്ലയിലെ നരിയമ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും DMK വനിതാ വിഭാഗം നേതാവുമായ ഭാരതിയാണ് പിടിയിലായത്. കാഞ്ചീപുരത്ത് നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നേർക്കുണ്ട്രം സ്വദേശി വരലക്ഷ്മിയുടെ 5 പവൻ തൂക്കമുള്ള മാലയാണ് ഭാരതി തട്ടിയെടുത്തത്. ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപൻ പണി വരുന്നതായി സൂചന. ഇത്തവണ IT മേഖല ലക്ഷ്യമിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. US IT കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ IT കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള IT ഔട്ട്സോഴ്സിംഗ് തടയാൻ ട്രംപ് ശ്രമിക്കുന്നതായി US വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വെളിപ്പെടുത്തിയിരുന്നു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉറപ്പായും നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പോലീസ് അതിക്രമം വളരെ മോശം പ്രവൃത്തിയാണ്. നാട്ടിൽ നടക്കുന്നത് അടിയന്തരാവസ്ഥ തന്നെ. നടപടി ഉണ്ടാകും. തന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ദൃശ്യങ്ങൾ കണ്ടുവെന്നും വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.